മതവിദ്വേഷ പരാമർശ കേസിൽ PC ജോർജിന്റെ ജാമ്യാപേക്ഷയിൽ വിധി നാളെ. ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. പ്രതിക്ക് പല തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും പ്രായം കണക്കിലെടുക്കണമെന്നും പ്രതിഭാഗം ഇന്ന് കോടതിയിൽ വാദിച്ചു. ഹൈക്കോടതി നിർദ്ദേശങ്ങൾ PC ജോർജ് ലംഘിച്ചെന്നും 3 മുതൽ 5 വർഷം വരെ തടവ് ലഭിക്കുന്ന കുറ്റമാണ് ചെയ്തതെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. അഞ്ജന അനിൽകുമാറിന്റെ വിശദാംശങ്ങളുമായി. അഞ്ജന, കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, വിശദമായ ആരോഗ്യ ചികിത്സ നൽകണം എന്നുള്ള കാര്യമാണ് പ്രതിഭാഗം ഇന്ന് കോടതിയിൽ ഉന്നയിച്ചത്. എന്താണ് വിധി പറയാൻ നാളേക്ക് മാറ്റാനുള്ള സാഹചര്യം? ശ്രുതി മതവിദ്വേഷ പരാമർശം നടത്തിയതുമായി ബന്ധപ്പെട്ട് PC ജോർജിന്റെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കുമെന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ശക്തമായ വാദപ്രതിവാദങ്ങളാണ് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്നത്. ഇതിൽ പ്രതിഭാഗം പ്രത്യേകിച്ചും ഉന്നയിച്ച വാദങ്ങൾ പ്രതിയുടെ പ്രായം കണക്കിലെടുക്കണം, ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിക്കുണ്ട് എന്നതാണ്. ഈ റിമാൻഡ് ചെയ്തെങ്കിലും ഇപ്പോഴും കാർഡിയോളജി വിഭാഗത്തിലെ ICUയിലാണുള്ളത്. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് പ്രതിയായ PC ജോർജ് ഉള്ളത്. ആയതിനാൽ തന്നെ കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സയടക്കം നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ ജാമ്യത്തിന് പ്രതി യോഗ്യനാണെന്നും ജാമ്യ വ്യവസ്ഥകൾ ഒന്നും തന്നെ ലംഘിച്ചിട്ടില്ലെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ പ്രധാന വാദങ്ങൾ. എന്നാൽ പ്രോസിക്യൂഷൻ ഈ വാദങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും തള്ളുകയായിരുന്നു. പ്രതിക്ക് ജാമ്യം കൊടുത്താൽ ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമെന്നും ഇതിനു മുൻപും ഇതിന് സമാനമായ സംഭവങ്ങൾ ഈ പ്രതി ആവർത്തിച്ചിട്ടുണ്ടെന്നുമാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ച വാദങ്ങൾ. അതിനാൽ തന്നെ ജാമ്യം കൊടുത്താൽ അതൊരു തെറ്റായ സന്ദേശമായിരിക്കും സമൂഹത്തിന് നൽകുക തുടങ്ങിയതായിരുന്നു വാദങ്ങളെല്ലാം തന്നെ. പക്ഷേ ഇനിയിപ്പോൾ ജാമ്യം നൽകാണ്ടിരിക്കേണ്ട ഒരു സാഹചര്യമില്ല, കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ട സാഹചര്യമില്ല. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ ഈ ചാനൽ ചർച്ചയിലെ ജോർജിന്റെ ജാമ്യാപേക്ഷയിൽ നാളെ വിധി പറയും. അഞ്ജന അനിൽകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.